ആര്യസത്യങ്ങൾ ഇങ്ങനൊരു വാക്ക് നിങ്ങൾ എത്ര പേര് കേട്ടു? ആര്യവൈദ്യം, ആര്യവേപ്പ്, ഈ വക സംഭവങ്ങളെല്ലാം നിങ്ങൾക്ക് പലർക്കും അറിയാം. പക്ഷേ ആര്യസത്യങ്ങൾ എന്നുള്ള ഒരു വാക്ക് കേൾക്കുന്നവർ ഇല്ലെങ്കിൽ ഇതിനെക്കുറിച്ച് അറിയാവുന്ന വളരെ ചുരുക്കമായിരിക്കും. അപ്പോൾ ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് എന്താണ് ആര്യസത്യങ്ങൾ, എങ്ങനെയാണ് അത് നമ്മൾ മലയാളികളുമായി ബന്ധപ്പെട്ട് കിടക്കുന്നത്, ഈ വക കുറച്ച് കാര്യങ്ങളാണ് ഞാൻ പറയാൻ പോകുന്നത്. വളരെ ചെറിയൊരു വീഡിയോ ആണ്, അതുകൊണ്ട് തന്നെ സ്കിപ്പ് ചെയ്യാതെ മുഴുവനും കാണണം. മാത്രമല്ല ഇത് വെറും ഒരു ആര്യവേപ്പിൻ്റെയോ ആര്യസത്യത്തിൻ്റെയോ മാത്രം കഥയല്ല. ഇത് ഇത്രയും കാലം നിങ്ങൾ മനസ്സിൽ കൊണ്ടു കിടന്ന പല കാര്യങ്ങളും ചിലപ്പോൾ ഞാൻ ഈ പറയുന്ന 1-2 പോയിന്റിലൂടെ ചിലപ്പോൾ നിങ്ങൾക്ക് മാറ്റി പറയേണ്ടി വരും, അല്ലെങ്കിൽ മാറ്റി ചിന്തിക്കേണ്ടി വരും. അത്തരത്തിലുള്ള ഒരു സംഭവമാണ്. സോ ഇത്തരം യൂണിക്ക് കണ്ടന്റുകൾ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയാണ് നിങ്ങളെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. ഭാവിയിൽ ആവശ്യം വരും. കാരണം തുടങ്ങിയിട്ട് അധികമായിട്ടില്ല, ഇനിയും ഒരുപാട് ദൂരം പോകാനുണ്ട്. നമസ്തേ, എൻ്റെ പേര് സബീർ സാത്രി നാരായണൻ. അപ്പോൾ നമ്മൾ പറഞ്ഞു നിർത്തിയത് ആര്യസത്യങ്ങളെ കുറിച്ചാണ്. ദുഃഖമുണ്ട്, ദുഃഖത്തിന് കാരണമുണ്ട്, ദുഃഖത്തിനെ നിരോധിക്കാൻ കഴിയും, ദുഃഖത്തിനെ നിരോധിക്കാനുള്ള മാർഗങ്ങളുണ്ട്. തത്വചിന്താപരമായി ബുദ്ധമതത്തിൻ്റെ അടിസ്ഥാനമാണ് ഈ ഒരു 4 സത്യദർശനങ്ങൾ. അതായത് ദുഃഖം, കാരണം, ദുഃഖനിവാരണം, ദുഃഖനിവാരണ മാർഗം. ഇതിനെയാണ് ചതുർസത്യങ്ങൾ അല്ലെങ്കിൽ ആര്യസത്യങ്ങൾ എന്ന് പറയുന്നത്. മറ്റേ സിനിമയിൽ പറഞ്ഞ പോലെ. അപ്പൊ ഇതെല്ലാം എന്തിനാണോ ഞങ്ങളടുത്ത് പറഞ്ഞതെന്ന് നിങ്ങൾക്ക് ആർക്കെങ്കിലും തോന്നിക്കഴിഞ്ഞാൽ ഞാൻ നിങ്ങളാരും കുറ്റം പറയില്ല. പക്ഷെ എന്നാലും നിങ്ങളത് അറിഞ്ഞിരിക്കണം. നിങ്ങൾ കൂടി അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. ഈ ഒരു സാധനം ചൂണ്ടിക്കാണിച്ച് നാളെ നിങ്ങളെ മക്കൾ നിങ്ങളോട് ചോദിക്കണം, അച്ഛാ ഇതെന്താ സംഭവം? അപ്പൊ നിങ്ങൾ ഭൂരിഭാഗം പറയാൻ പോകുന്ന ഒരു വാക്കെന്ന് പറയുന്നത്, മക്കളെ ഇതാണ് ആര്യവേപ്പ്. അപ്പൊ അടുത്ത ചോദ്യം, അതെന്താ അച്ഛാ ഈ സാധനത്തിന് അങ്ങനെ ഒരു പേരിട്ട്, അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് അതിന് ആര്യവേപ്പ് എന്ന് വിളിക്കുന്നത് എന്നുള്ളൊരു ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ അപ്പോൾ നിങ്ങൾ എന്ത് പറയും? മിക്കവാറും ചിലർ പറയും, അതായത് നമ്മുടെ നാട്ടിൽ ഈ കശുവണ്ടി ഉണ്ടല്ലോ, അപ്പോൾ ഈ കശുവണ്ടീനെ നമ്മൾ പറങ്കിമാങ്ങാണ് വിളിക്കാറ്. അത് എന്തുകൊണ്ടാണ് വിളിക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ പോർച്ചുഗീസുകാർ, അതായത് പറങ്കികൾ, അവർ ഇവിടെ കൊടുന്ന് നട്ട് അങ്ങനെ പടർന്ന് ഇവിടെ പന്തലിച്ചു പോയ, അല്ലെങ്കിൽ ഇവിടെ ഉണ്ടായിക്കഴിഞ്ഞ ഒരു സംഭവമാണ് ഈ ഒരു കശുവണ്ടി. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ അതിൻ്റെ പറങ്കിമാങ്ങാൻ വിളിക്കുന്നത്. അതേപോലെ തന്നെ ഈ ഒരു സാധനം, അതായത് ഈ ഒരു വേപ്പിന് ആര്യവേപ്പ് എന്ന് പറയാൻ കാരണം ഇതിവിടെ ആര്യന്മാർ പണ്ട് നമ്മൾ സ്കൂളിലെല്ലാം പഠിച്ചിട്ടുണ്ട്, ആര്യന്മാർ കൊടുന്ന് നട്ട് അങ്ങനെയാണ് ഈ സാധനം നമ്മുടെ നാട്ടിലെല്ലാം ഉണ്ടായത് എന്നുള്ള രീതിയിൽ നിങ്ങൾ മക്കളടുത്ത് പറയാൻ ചാൻസ് ഉണ്ട്. പക്ഷേ ഇതിൽ വേറൊരു കേസുണ്ട്. നിങ്ങളെ മക്കൾ കുറച്ച് സ്മാർട്ടാണെങ്കിൽ, കാരണം ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് വരാൻ പോകുന്ന എല്ലാ കുട്ടികളും വളരെ സ്മാർട്ടായിരിക്കും. അതുകൊണ്ട് തന്നെ ഒരുപാട് ചോദ്യങ്ങൾ നിങ്ങൾ എക്സ്പെക്ട് ചെയ്യണം. അപ്പോൾ ആ കുട്ടി വീണ്ടും നിങ്ങളത് ചോദിക്കുകയാണെങ്കിൽ, അല്ല അച്ഛാ എങ്ങനെയാണ് ഈ ആര്യവേപ്പ് അല്ലെങ്കിൽ ആര്യന്മാർ വന്നു എന്നെല്ലാം പറഞ്ഞത്, അപ്പോൾ എന്താണ് അവരുടെ ഭാഷ? അപ്പോൾ നേരത്തെ പറഞ്ഞല്ലോ പോർച്ചുഗീസുകാർ, അവരുടെ ഭാഷ അല്ലെങ്കിൽ പറങ്കികളുടെ ഭാഷ എന്ന് പറഞ്ഞാൽ പോർച്ചുഗീസാണ്. അപ്പോൾ ഈ ആര്യന്മാർ എവിടുന്ന് വന്നു, എന്താണ് അവരുടെ ഭാഷ എന്നെങ്ങാനും അവർ ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ അടപടലപ്പെട്ടു. കാരണം എന്താ പറയുക, അങ്ങനെ ഒരു രാജ്യമില്ല, അങ്ങനെ ഒരു ഭാഷയില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്താണ് ആര്യം അല്ലെങ്കിൽ ആര്യ, ആ ഒരു വാക്കിൻ്റെ അർത്ഥം നിങ്ങൾ മനസ്സിലാക്കി വെക്കണം. നിങ്ങൾക്ക് വേണ്ടിയല്ല, നിങ്ങളുടെ അടുത്ത തലമുറയ്ക്ക്, ഇല്ലെങ്കിൽ നിങ്ങളുടെ മക്കൾക്ക് വേണ്ടി. അതായത് ആര്യൻ എന്ന് പറഞ്ഞാൽ ശ്രേഷ്ഠമായത് എന്നാണ് സംസ്കൃതത്തിൽ ഇതിൻ്റെ അർത്ഥം വരുന്നത്. വെറുമൊരു വേപ്പിൻ്റെ ഗുണഗണങ്ങളെല്ലാം തിരിച്ചറിഞ്ഞ് അത് നമ്മുടെ നാട്ടിലേക്ക് എത്തിച്ചതും പ്രചരിപ്പിച്ചതും ബുദ്ധമതക്കാരായിരുന്നു. അവർ തന്നെയായിരുന്നു ആര്യവൈദ്യത്തിൻ്റെയും പ്രചരണത്തിന് തുടക്കം കുറിച്ചത് എന്നാണ് പറയപ്പെടുന്നത്. ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായി കാണും എന്തുകൊണ്ടാണ് ഇത്തരം വാക്കുകളുടെ മുമ്പിൽ ആര്യൻ അല്ലെങ്കിൽ ആര്യ എന്ന് ചേർത്ത് കഴിഞ്ഞാൽ കിട്ടുന്ന അർത്ഥം എങ്ങനെയാണ്. അതായത് വെറും വേപ്പ് എങ്ങനെ ആര്യവേപ്പായി, വെറും വൈദ്യം എങ്ങനെ ആര്യവൈദ്യമായി. അപ്പോൾ ഈ സംഭവങ്ങളെല്ലാം ഇപ്പം നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ടെന്ന് ഞാൻ വിചാരിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് ചില കാര്യങ്ങൾ, അതായത് ചില ചരിത്രങ്ങൾ ഇങ്ങനെയാണ്. മറ്റാരുടെയൊക്കെയോ അജണ്ടകൾക്ക് വേണ്ടി, ഇല്ലെങ്കിൽ നമ്മൾ അറിയാതിരിക്കാൻ മാറ്റി എഴുതപ്പെട്ട പല ചരിത്രങ്ങളാണ് നമ്മളെല്ലാം പഠിച്ച് വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ലോജിക്കലി നിങ്ങൾക്ക് കിട്ടുന്ന ഈ എല്ലാ പുതിയ അറിവുകളും നിങ്ങൾ അടുത്ത ജനറേഷന് കൈമാറാൻ മറക്കരുത്. പ്രത്യേകിച്ച് നിങ്ങളുടെ കുട്ടികളായിക്കോട്ടെ, നിങ്ങളുടെ വീട്ടിലുള്ള കുട്ടികളായിക്കോട്ടെ. കാരണം നമ്മളോ വൈകി അറിഞ്ഞ ഇത്തരം അറിവുകൾ അവരെങ്കിലും നേരത്തെ അറിയട്ടെ. അപ്പോൾ ഏതായാലും ആര്യന്മാരെ കുറിച്ച് നമ്മൾ ഇത്രയും പറഞ്ഞ സ്ഥിതിക്ക്, ഇനി നിങ്ങൾ എന്തെങ്കിലും ഒരു മരം നടാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ ഇതുവരെ ഒരു ആര്യവേപ്പില്ല എന്നുണ്ടെങ്കിൽ മടിച്ചു നിൽക്കരുത്. നിങ്ങളിനി ചെയ്യാൻ പോകുന്നത്, അല്ലെങ്കിൽ നിങ്ങളിനി നടാൻ പോകുന്ന മരം ഒരു ആര്യവേപ്പായിക്കോട്ടെ. കാരണം അത്രയും ഔഷധ ഗുണമുള്ള ഒരു മരമാണ് ആര്യവേപ്പ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ അടുത്ത് നിങ്ങൾ വെക്കാൻ പോകുന്ന മരം ഒരു ആര്യവേപ്പായിക്കോട്ടെ. ഈ ഒരു വീഡിയോ കണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് തോന്നുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ചെയ്തിരിക്കണം.
ഓക്കെ, അപ്പോൾ വീണ്ടും അടുത്തൊരു വീഡിയോയിൽ കാണാം മറ്റൊരു വിഷയവുമായിട്ട്. അതുവരെയും ബൈ.